கிளியே மரகத குயிலே பூவுங்கள் பூவாய் ஜோடி புறாக்கள் இணைகிறதே வெண்ணிலவும் நட்சத்திர கூட்டங்களுமா சொந்தங்களும் பந்தங்களும் பெருகணுமே ഹായ്, വെൽക്കം സർ. ഹായ്. എന്തൊക്കെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സർ, വി ഹാവ് സം ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ്. പിന്നെ ഇന്ന് രാത്രി നിങ്ങൾക്ക് മാത്രമായി ഒരു ക്യാമ്പ് ഫയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിന്നർ അവിടെയാവാം സർ. ഗുഡ് ഗുഡ്. ലിക്കർ അവൈലബിൾ ആണല്ലോ? ഷുവർ സർ, തീർച്ചയായും. ഓക്കെ. ബിനു, ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തേക്ക്. സർ, കീ എവിടെ? പാർക്ക് ചെയ്തേക്ക്. ശരി സർ. പ്ലീസ് കം. വാ. വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. റൂം നമ്പർ 101 ആൻഡ് 202. ഓക്കെ. അയ്യോ, ഞങ്ങൾക്ക് അടുത്തടുത്ത മുറികൾ വേണം. സോറി സർ, അടുത്തടുത്ത റൂമുകൾ അവൈലബിൾ അല്ല സർ. അതിനെന്താ സൂര്യ, നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമല്ലേ മുറിയിലേക്ക് പോകൂ. ബാക്കി സമയം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാലോ. ഓക്കെ, ശരി. താങ്ക് യു സർ. ഓക്കെ, ദെൻ ലഗേജ് ഒക്കെ മുറിയിൽ വെച്ചേക്ക്. ഞങ്ങളൊന്ന് ചുറ്റി. ആ 107 ക്ലീൻ ചെയ്തായിരുന്നു സർ. എടാ സൂര്യ, നിങ്ങൾക്ക് എത്രയോ കമ്പനികളുണ്ട്, എന്നിട്ട് ഇതുവരെ സ്വന്തമായിട്ട് ഒരു റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്തെ? എടാ, ഞാൻ ഒരിക്കലും ഇതിനെ കുറിച്ച് ചിന്തിച്ചതാ. ഈ പ്രണയിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഒരു റിസോർട്ട്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അതിനെന്താ, ഇനി അതൊന്ന് പൊടിതട്ടി എടുക്കാലോ. എന്നിട്ട് നമുക്ക് ഇവരെ രണ്ടുപേരെ അതിന്റെ ചുമതല ഏൽപ്പിക്കാം. നോക്കാം. നിങ്ങൾ വാ. ആരതി, ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറിൽ നീ ഇങ്ങനെ മാറി നടന്നല്ല എങ്ങനെ? ഇത്രയും ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് വീർപ്പ് മുട്ടിയതിന് പകരമായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാന്നേ. വാന്നേ. ഇപ്പൊ നന്ദിനി, സൂര്യയോടൊപ്പം നടക്ക്. അതെന്താ സാറിന് തനിച്ച് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവളുടെ ഒരു കാര്യം. അതെ, ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറിൽ കൈ കോർത്ത് നടക്കുമ്പോഴുള്ള സുഖം, ആ സുഖം നിനക്കറിയോ? എനിക്കറിയണ്ട, അതിൽ കുറഞ്ഞുള്ള സുഖം മതി. ഏട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. ഏട്ടൻ ഇങ്ങനെ മുന്നേ നടന്നു പോയാ എങ്ങനാ? ഏട്ടൻ അവളുടെ കൈ കോർത്ത് പിടിച്ച് മുന്നേ നടക്ക്. അയ്യോ, ഞാനില്ല. ഓരോ പരിഷ്കാരങ്ങള്. ഓക്കെ ഓക്കെ. വിവേകൻ, എടാ, രണ്ടെണ്ണം അടിക്കണമല്ലോ. വന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. മദ്യം തുറന്നു കണ്ട നന്ദിനി മൂഡ് ഓഫ് ആവും. റൂമിലേക്ക് പോയിട്ട് നമുക്ക് പതിയെ ഇറങ്ങാം. ആരതി, നമുക്ക് രണ്ടുപേർ കൂടി ഒരു റൂമിൽ നിൽക്കാം കേട്ടോ. അതെന്തിനാ? അല്ലാതെ ഞാനിങ്ങനെയാ സാറിന്റെ കൂടെ കിടക്കുന്നേ? അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ ഒരു മുറിയിലല്ലേ കിടക്കുന്നത്? ഇവിടെ വേണ്ട, ഞാനത് സമ്മതിക്കില്ല. ദേ പെണ്ണെ, ഒറ്റ കുത്തു വെച്ചത് ഞാൻ കേട്ടോ. കളിക്കല്ലേ. ജീവിതത്തിൽ വല്ലപ്പോഴും നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. അത് കണ്ണും പൊട്ടി അങ്ങ് ആഘോഷിച്ചോളണം കേട്ടോ. അതെ, ഒരു ടൂറ് വരുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ തെളിഞ്ഞ മുഖത്തോടു കൂടി നടക്കുന്നതാ. ഓ, എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ, ആരും മാറ്റാൻ നോക്കണ്ട. നന്ദിനി, നിന്നെ നീ ഇത് എങ്ങോട്ടേ ഓടിപ്പോന്നേ? ആരതി, എന്താ പ്രശ്നം? ഈ പെണ്ണ് പറയുന്ന കേട്ടോ, ഏട്ടനൊപ്പം മുറി കിടക്കാൻ പറ്റില്ലെന്ന്, എന്റെ ഒപ്പം മുറി കിടന്നോളാന്ന്. അപ്പൊ ഞാനവിടെ കിടക്കും. വിവേക് സൂര്യ സാറിന്റെ ഒപ്പം കിടന്നോ? ഏയ്, എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ ആരതി ഇല്ലാതെ പറ്റില്ല. ഇതാ ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞത്. ഇവിടെ എത്തുമ്പോ നിങ്ങളുടെ ഒക്കെ സ്വഭാവം മാറും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ ആരതി. നന്ദിനി, ദേഷ്യപ്പെടല്ലേ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളുടെ ഇഷ്ടത്തിനാണോ ബാർ തുറക്കുന്നു അടയ്ക്കുന്നൊക്കെ? എങ്കിലും അത് നേരത്തെ പറയണമായിരുന്നു. ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിച്ചല്ലേ, അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്?
എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ? സർ അത് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പറ്റില്ല. റൈറ്റ് നൗ എനിക്ക് മദ്യം കിട്ടിയേ പറ്റൂ. ആ സർ പ്ലീസ്, ബാർ ഓപ്പൺ ആവാൻ ഇനി സമയമുണ്ട്. അതും കൂടി കഴിഞ്ഞേ പറ്റൂ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ തങ്ങുന്നില്ല. എടോ. എടോ, സന്തോഷിക്കാൻ വരുന്നവരുടെ മനസ്സ് മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ മാനേജർ എന്നും പറഞ്ഞ് കോട്ട് ഇട്ടുകൊണ്ട് നിന്നാ പോരാ. മനസ്സിലായോ? താൻ മര്യാദയ്ക്ക് ബാർ ഓപ്പൺ ചെയ്യാൻ പറയണ്ടോ? അതോ ഞങ്ങൾ ഇവിടുന്ന് പോണോ? എടാ സൂര്യ, എന്താടാ കാണിക്കുന്നത്? എടാ വിവേകെ, ഇവർ ആവശ്യമില്ലാതെ ഇഷ്യൂസ് ഉണ്ടാക്കുക. ഇവർക്ക് എന്താ ഇപ്പൊ മദ്യം തന്നാ? ഇവരതിനല്ലേ അത് വാങ്ങി വെച്ചിരിക്കുന്നത്. സർ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സിസ്റ്റം ഉണ്ടല്ലോ സർ. അതിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല സർ. ഓ, റിസോർട്ട് ഭരണഘടന അനുസരിച്ച് കൃത്യമായിട്ട് നടത്തുന്ന സ്ഥാപനമാണല്ലോ ഇത്. എടോ, ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. ഈ റിസോർട്ടിന്റെ പേരിൽ ഞാൻ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താ അതിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുവേ. ആ എന്റെ സൂര്യ, വെറുതെ ഇങ്ങനെ വഴക്കൂടല്ലേ? വിവേകൻ, ഞാൻ ഒരു കുപ്പി മദ്യം ചോദിച്ചുള്ളൂ. അതിനാണ് ഇവരിങ്ങനെ കിടന്ന്. സർ 12 മണിക്ക് ബാർ ഓപ്പൺ ആവും. അതെ, എടുത്തു വെച്ച് എല്ലാവരും കൂടെ അങ്ങോട്ട് കുടിച്ചോ. അവന്റെ ഒരു ഓപ്പണിങ്. കണ്ടോ, ഞാൻ പറഞ്ഞത് എന്തായി? കള്ളു കുടിക്കാൻ വേണ്ടി ഒരു യാത്ര, അതിനകമ്പടിയായിട്ട് നമ്മളെല്ലാരും. നീ അതൊന്നും കാര്യമാക്കണ്ട. ബാർന്ന് ഓപ്പൺ ആവട്ടെ, എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചാലോ? എനിക്ക് ഫുഡൊന്നും വേണ്ട. ഹ, അതെന്ത് പറച്ചിലാടാ? അവർക്ക് വിശക്കില്ലേ? നന്ദിനി ഇപ്പൊ തന്നെ ആകെ ടെൻഷനില്ല. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളൊന്ന് ഹാപ്പിയാക്ക്. ആ എന്നാ വാ, കഴിച്ചേക്കാം. വാ. സർ, മെനു. സൂര്യ, നന്ദിനി വേണ്ടത് ഓർഡർ ചെയ്യ്. എന്താ, ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടാണോ നിനക്ക്? എനിക്കിത് നോക്കിയാലൊന്നും മനസ്സിലാവില്ല. ഓ, ഓ, ഞാനത് മറന്നുപോയി. ആരതി, എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഈ ഭക്ഷണത്തിന് തീരുമാനം സൂര്യക്ക് വിട്ടുകൊടുക്കാം. സൂര്യ എന്ത് ഓർഡർ ചെയ്യുന്നോ അത് നമുക്ക് കഴിച്ചേക്കാം. നന്ദിനിക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണോ? ഇവിടെ ഉള്ളത് എന്താന്ന് എനിക്കറിയില്ല. പിന്നല്ലേ സ്പെഷ്യല്. സാർ എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഇവരൊക്കെ ഭാര്യ ഭർത്താക്കന്മാരാണോ? പറയാൻ പറ്റൂല. റിസോർട്ടല്ലേ, കാമുകി കാമുകന്മാരായിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു മുറിയിൽ ഒന്നിച്ച് താമസിക്കോ? പിന്നല്ലാതെ. അപ്പൊ രാത്രിയോ? ഇപ്പൊ അങ്ങനെയൊക്കെയാ വേണേ. അങ്ങനെ ഹലോ, ശരിയാവാ. ഒരു എന്താണ് രഹസ്യം? നന്ദിനി, ഒരു ടൂറൊക്കെ പോകുമ്പോ അതിനിടയിൽ സീക്രട്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാ പറഞ്ഞോ. അതെന്താന്നറിയോ? ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരാണോന്ന് നന്ദിനിക്കൊരു സംശയം. ഓ